തൃശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മെയ് 5-ന് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നട തുറന്ന് പൂരവിളംബരം നടത്തുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുന്നത്. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സനു, ഇപ്പോൾ അവിടെ പൂരത്തിന്റെ ഒരു വൈബ് തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും ഇപ്പോഴേ ആളുകളുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പൂരം എന്ന് പറയുന്നത്, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അത് മറ്റൊരു ഉത്സവ നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, പൂരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. അതായത് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റിന് തൊട്ടു പിന്നാലെ തൃശ്ശൂർ ഒന്നാകെ ഒരു പൂര വൈബിലേക്ക്, താളമേള വർണ്ണ കൊഴുപ്പിലേക്ക് തന്നെ മാറി എന്ന് വേണം പറയാനായിട്ട്. അതായത് പൂരത്തിന് മുന്നോടിയായിട്ട് നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ നഗരം ഒന്നാകെ ഈ പൂരനഗരിയിലേക്ക്, വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പൂരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ള എക്സിബിഷനിലേക്ക് അടക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ജനത്തിരക്കാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്താണ്. അതായത് ക്ഷേത്രത്തിലേക്കുള്ള തിരക്കുകൾ തന്നെ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് വടക്കുംനാഥനാണ് നമ്മുടെ ഈ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. വടക്കുംനാഥൻ ഇല്ലാതെ ഈ പൂരം പൂർണ്ണമാവില്ല. അതായത് പൂരത്തിന്റെ പ്രധാന പങ്കാളികൾ പാറമേക്കാവും തിരുവമ്പാടി ക്ഷേത്രങ്ങളാണെങ്കിലും വടക്കുംനാഥന് മുന്നിലെത്താതെ പൂരം പൂർണ്ണമാവില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. അതായത് തിരുവമ്പാടി ക്ഷേത്രവും അതേപോലെ പാറമേക്കാവ് ക്ഷേത്രവും 8 ഘടകപൂരങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എന്തായാലും അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ നടപടികളോടുകൂടിയാണ് ഇക്കുറി പൂരം നടക്കുന്നത്. അതായത് ആദ്യമായിട്ട് DGP തന്നെ നേരിട്ട് വന്ന് തൃശ്ശൂരിലെ പൂരത്തിന്റെ സുരക്ഷ വിലയിരുത്തിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതായത് അട്ടിമറി വിരുദ്ധ സേനയുടെയും അതേപോലെ തന്നെ പോലീസിന്റെ കമാൻഡോ വിഭാഗങ്ങളുടെയും സുരക്ഷയിലായിരിക്കും ഇക്കുറി തൃശ്ശൂർ പൂരം നടക്കുക. എന്തായാലും പോലീസിന്റെയും അതേപോലെ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് എല്ലാ ഏജൻസികളുടെയും ഭാഗത്തു നിന്നൊരു സമഗ്രമായിട്ടുള്ളൊരു സുരക്ഷയും ഈ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളാണ് നിലവിലിവിടെ പുരോഗമിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്താണ് പാറമേക്കാവിന്റെ ഈ സാമ്പിൾ വെടിക്കെട്ടിനുള്ള നടപടികൾ പുരോഗമിക്കുന്ന. കുഴികളടക്കം, അതായത് കമ്പക്കെട്ടിനുള്ള കുഴികളടക്കം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ വെടിക്കെട്ടിലടക്കം നിരവധി പുതുമകളോട് കൂടി തന്നെയായിരിക്കും ഇത്തവണ തൃശ്ശൂർ പൂരം ഉണ്ടാവുക. അതായത് പഹൽഗാം ഭീകരാക്രമണം, അതേപോലെ തന്നെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്ന തരത്തിലുള്ള പല സെഗ്മെന്റുകളും ഈ പൂരം വെടിക്കെട്ടിൽ, സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അവർ നൽകിയിരിക്കുന്ന ഒരു സൂചന. അതായത് ഈ ആകാശത്ത് ഷൂട്ടൗട്ട് തന്നെ നടത്തും എന്നാണ് ഈ ഇരു വിഭാഗങ്ങളും നമ്മളോട് പറഞ്ഞത്. അതേപോലെ തന്നെ കുടമാറ്റത്തിലടക്കം നിരവധി പുതുമകളോട് കൂടി തന്നെയായിരിക്കും ഇക്കുറി തൃശ്ശൂർ പൂരം ഇവിടെ നടക്കുക. അതായത് ഈ പൂരം കാണാൻ, ഈ പൂര വൈബിലേക്ക് നാടൊന്നാകെ ഒഴുകുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വെടിക്കെട്ടിനുള്ള, സാമ്പിൾ വെടിക്കെട്ടിനുള്ള കുഴികൾ, അതായത് കമ്പക്കെട്ടിനുള്ള കുഴികൾ തയ്യാറാക്കുന്ന ഒരു നടപടിയാണ്. നിരവധി തൊഴിലാളികൾ ഇരുന്ന് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. അതിനുവേണ്ട ഈ സാമ്പിൾ വെടിക്കെട്ടിലടക്കം നിരവധി പുതുമകൾ ഉണ്ടാകുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അടക്കം നമ്മളോട് അറിയിച്ചിട്ടുള്ള. എല്ലാവരും അതിനുവേണ്ട എല്ലാ നടപടികളും തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. ദേവിക, തന്നെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള ചില നടപടിക്രമങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മെയ് 5-ന് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നട തുറന്ന് പൂരവിളംബരം നടത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. മാത്രവുമല്ല, അവിടെ നിരവധി ഭക്തർ അവിടേക്ക് എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പൂരത്തിനുള്ള തയ്യാറെടുപ്പുകൾ കാണാൻ കൂടി നിരവധി പേർ അവിടേക്ക് എത്തുന്നുണ്ട്. സനു, നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്, പൂരം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൂരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത്. അതവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. അത് കാണാനും അവിടെ വലിയൊരു ജനത്തിരക്കുണ്ട്. മാത്രവുമല്ല, അവിടെ പ്രമുഖരായ വ്യക്തികൾ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ ഈ പൂരത്തിന് മുന്നോടിയായിട്ട് തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് നിരവധി പ്രമുഖരടക്കം എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മലയാളത്തിന്റെ തന്നെ പറയാനായിട്ട് നമ്മുടെ IM വിജയൻ തന്നെ ഇവിടെ വന്ന് ഈ കമ്പക്കെട്ടിനുള്ള സ്ഥലങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. ഇപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. പൂരത്തിന്റെ ആഘോഷം
പൂരതേ കണ്ടില്ലേ, കുഴി കുത്തി തുടങ്ങിയില്ലേ, അടുത്തെത്തിയില്ലേ. അപ്പം അതിന് പൂരം നമ്മുടെ തൃശ്ശൂർ പൊളിയല്ലേ. പൂരത്തിന്റെ ഒരു അനുഭവങ്ങളൊക്കെ എന്താണ്? പൂരത്തിനൊക്കെ നല്ല അനുഭവമാണ്. കാരണം എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ നീനാണ്. ഞങ്ങൾ മെയിനായിട്ട് മറ്റേ പൂരത്തിന് എലിഞ്ഞത്രമേളം മടത്തിട്ട് വരും. മേളത്തിൻ്റെ ഇടയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. പിന്നെ കാലത്ത് ഫാമിലി ആയിട്ട് വരും. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ട് അവരെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോവുള്ളൂ. ഈ പൂരം എല്ലാ വർഷവും വ്യത്യസ്തതകൾ നിറയ്ക്കുന്നതാണ്. ഈ വെടിക്കെട്ടിലാണെങ്കിലും കുടമാറ്റത്തിലാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്? നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കൊല്ലം ഭയങ്കര ആർഭാടായിട്ട് നടത്താൻ പോകണം പൂരം. തൃശ്ശൂർ പൂരം തന്നെ ലോകത്ത് അവിടെ ഇല്ലാത്തൊരു സംഭവമാണ്. അതൊന്നും ഒരാൾക്കും നിർത്തിവെക്കാൻ പറ്റുന്നതല്ല. അപ്പം എന്തായാലും ഈ കൊല്ലത്തെ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ കൂടി വരെ കുറഞ്ഞു തന്നെയില്ല. അതാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തീർച്ചയായിട്ടും പൂരത്തിന് ഓരോ വർഷവും അതിന്റെ ഖ്യാതി ഉയരുകയാണ്. പൂരത്തിന് എത്തുന്നവരുടെ കാണികളും അതേപോലെ തന്നെ പൂരം കേട്ടറിഞ്ഞു വരുന്നത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണെന്നാണ് ഈ തൃശ്ശൂരിൽ നിന്ന് ഇവിടെയുള്ള പൂരപ്രേമികൾ അടക്കം പറയുന്നത്. അതേപോലെ തന്നെ മെയ് 5-ന് തെക്കേ ഗോപുര നട, നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തുന്നതോടുകൂടിയാണ് ഈ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് തുടക്കമാകുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടി തൃശ്ശൂർ ഒന്നാകെ കാത്തിരിക്കുന്നുവെന്ന് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. കാരണം നിരവധി ജനങ്ങൾ തയ്യാറെടുപ്പുകൾ കാണാൻ തന്നെ ഇപ്പോഴേ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂര നഗരി ശരിക്കും ഒരു പൂരാവേശത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്.